ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. സേവനങ്ങൾക്ക് മഹത്വം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലെ വിശ്വാസികളാണ് നമ്മളെല്ലാവരും. രാഷ്ട്രീയം മാറ്റിവെച്ചാൽ രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് രാഷ്ട്ര നിർമ്മിതിക്ക് പോലും ഒരു മുഅ്മിനിന്റെ സേവനം വേണമെന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സേവനങ്ങളെ പരിമിതപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് സങ്കുചിതമായ താല്പര്യങ്ങൾ മനുഷ്യനെ വരിഞ്ഞു മുറുക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണീയരിൽ തങ്ങളുടെ സേവനത്തെ സുനിശ്ചിതമാക്കാൻ വേണ്ടി പൂർവികരായ മഹത്തുക്കൾ പാടുപെട്ടതിന്റെ കഥ പറയുന്ന പ്രമാണവരികൾ നമ്മുടെ മുന്നിൽ സജീവമായി നിലകൊള്ളുകയാണ്. അധികാരികളായിരുന്ന അമ്പിയാക്കളെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അവരുടെ അധികാരത്തിന്റെ അങ്കലാപ്പിൽ അള്ളാഹുവിനെ ഭയന്ന് അവർ വിറച്ചതും അവർ പേടിച്ചതും അവരുടെ സേവനത്തിന്റെ സൗന്ദര്യമായി തന്നെ ഇസ്ലാം അവതരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ അനർഘമായ ആയത്തുകൾ ഇതിന് സാക്ഷിയാണ്. മഹാന്മാരായ സ്വഹാബി പ്രമുഖർ അധികാരത്തിലുണ്ടായിരുന്നതും സേവനത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാളുടെ മുന്നിലും ഏറ്റവും തിളക്കമാറുന്ന നാഴികക്കല്ലുകളായി പെറുക്കിയെടുക്കാൻ കഴിയും വിധം അമ്പരിപ്പിക്കുകയാണ്. ഈ അർത്ഥത്തിൽ അധികാരങ്ങൾക്കപ്പുറത്തേക്ക് സേവനം ഉണ്ടെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഒരു ജനനായകന്റെ അല്ലെങ്കിൽ ഒരു ജനസേവകന്റെ നിർവചനത്തെ മാറ്റി എഴുതപ്പെട്ടോ എന്ന് തോന്നിക്കുന്ന വിധം മനുഷ്യരുടെ സങ്കുചിതമായ താല്പര്യങ്ങൾ ജീവിതത്തിൽ എമ്പാടും കാണപ്പെടുമ്പോൾ ഒരൽപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ ഒരു ജനസേവകന്റെ ഇസ്ലാം പറഞ്ഞ പ്രാമാണികമായ കോരിത്തിരിപ്പിക്കുന്ന ചരിത്ര അതുപോലെ തന്നെ അധ്യാപന ശകലങ്ങൾ നമുക്കൊരൽപ്പം ചർച്ച ചെയ്യാമെന്നതാണ് ആഗ്രഹിക്കുന്നത്. സർവശക്തൻ നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സേവന വിരുദ്ധൻ മതനിഷേധി എന്നാണ് ഖുർആൻ പറഞ്ഞത്. സേവന വിരുദ്ധൻ മതനിഷേധി. അബൂജഹലിനെയാണ് ആയത്ത് കൊണ്ട് അവതരണ പശ്ചാത്തലത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് എങ്കിലും അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടെന്നാണ്. ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യത്തിന് തടസ്സം നിൽക്കുന്നവൻ മതത്തിന് പുറത്ത് എന്ന സങ്കല്പത്തിലേക്ക് പോലും ചിന്തിക്കേണ്ടി വരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിധവകൾക്കും യതീമുകൾക്കും അഗതികൾക്കും അവകാശങ്ങൾ ദംശനം ചെയ്യപ്പെടുന്നിടത്ത് ഒരു അബൂജഹലിന്റെ ചിത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ഈ മതത്തിന്റെ മനോഹരമായ തത്വങ്ങളെ നിഷേധിച്ചവൻ യതീമിനെയും വിധവകളെയും അഗതികളെയും ഒക്കെ ഒഴിവാക്കിയവനാണ്, പാവപ്പെട്ടവന്റെ അന്നം മുടക്കിയവനാണെന്ന് ഖുർആൻ. ഈ ആയത്ത് അബൂജഹലിന്റെ ജീവിതത്തെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ പരിസരങ്ങളിലും ആ രീതിയിലുള്ള ആവർത്തനങ്ങൾ കാണപ്പെടുന്നുണ്ട്. സേവന വിരുദ്ധത ഒരു മുഅ്മിനിൽ ഉണ്ടാവാൻ പാടില്ല. സ്വാർത്ഥതയും നന്ദികേടും മനുഷ്യന്റെ ജന്മസഹജമായ ഒരവസ്ഥയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അപ്പോൾ സേവന മനോഭാവത്തെ ഒരു മനുഷ്യനിൽ ജനിപ്പിക്കുക എന്നത് ആത്മീയ തലങ്ങളിലുള്ള
ഉത്തേജനങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് സാധ്യമാകുന്നു. അതുവഴിയേ സാധ്യമാകുന്നു നിസ്വാർത്ഥമായ സേവനങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ജനകീയമായ അവിടുത്തെ ഇടപെടലുകളെ വിമർശിച്ച ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ ആത്മീയ സാമ്രാജ്യത്തിന്റെ തലപ്പത്തേക്ക് വന്നുകൊണ്ട് ചർച്ചയാകുമ്പോൾ അന്ന് നബിയെ പുച്ഛിച്ചു പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഈ നബി അങ്ങാടിയിൽ വരുന്നത്? ഒരു അങ്ങാടി പ്രവേശം ഒരു പ്രവാചകനിൽ യോജിച്ചതല്ലല്ലോ എന്ന മൗഢ്യമായ ചില സങ്കല്പങ്ങൾ അഴിച്ചുവിട്ടിരുന്ന ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർക്ക് മറുപടി ഒരു ജനകീയനായിരിക്കും ഒരു പ്രവാചകൻ എന്നാണ്. അത് നുബുവത്തിന്റെ പാരമ്പര്യമായി തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أرسل إليه ملك فيكون معه نذيرا. ഈ റസൂലിനെ പറ്റിയ പണിയാണോ ഈ അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുന്നത്? ഒരു അങ്ങാടിയിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരെയും കാണാം. ആവശ്യക്കാരെ കാണാം, അവശത അനുഭവിക്കുന്നവനെ കാണാം, രോഗി മരുന്നിന് വന്നത് കാണാം, യാചകരെ കാണാം. അങ്ങാടിയിൽ ഒരു പ്രവാചക സാന്നിധ്യം ഉണ്ടാവണം എന്നതൊരു നുബുവത്തിന്റെ നിബന്ധന പോലെ ഖുർആൻ പറഞ്ഞു. അങ്ങനത്തെ ചോദ്യത്തിന്റെ മറുപടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവികരായ പ്രവാചക പിതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ ഇല്ലാ ഇന്നഹും ലയഅകൂലൂന അത്ത്വആം വയംശൂന ഫിൽ അസ്വാഖ് വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന അതസ്ബിറൂൻ വകാന റബ്ബുക ബസീറാ. പറയ നബിയെ, പൂർവീക പ്രവാചക മഹത്തുക്കൾ ജനകീയ നായകന്മാരായിരുന്നു. അവർ ജനകീയരായിരുന്നു, ജനങ്ങളുടെ ഇടയിലായിരുന്നു. അങ്ങാടിയിൽ അവർ യഥേഷ്ടം സഞ്ചരിച്ചവരാണ്. അങ്ങാടിയിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങാടിയിൽ സഞ്ചരിക്കേണ്ട അദബുകൾ പാലിച്ച് സഞ്ചരിക്കണമെന്നത് ഇതിനോട് ഒപ്പം ചേർത്ത് പറയുന്ന ഒരു കർമ്മശാസ്ത്ര മസ്അല കൂടിയാണ്. അങ്ങാടിയിൽ ഹറാമിന്റെ ധാരാളം ചിത്രപ്പതിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. എവിടേക്ക് നോക്കിയാലും ഒരു ഹറാമിന്റെ നോട്ടത്തിനും എവിടേക്ക് തിരിഞ്ഞാലും ഒരു ഹറാമിന്റെ കേൾവിക്കും കളവും വഞ്ചനയും കരിഞ്ചന്തയും ഒക്കെ കാണാൻ, കാപട്യവും ഒക്കെ കാണാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് പിശാചിന്റെ വാസസ്ഥലം എന്ന് പറയപ്പെടുന്ന അങ്ങാടി എന്നതുകൂടിയും ഇതിനോടൊപ്പം സൂക്ഷ്മത അവിടെ ഉള്ള ആളുകൾക്ക് ഒരു പ്രവാചകത്വ നിയോഗത്തിൽ മഹാന്മാരായ അമ്പിയാക്കൾ തുടർന്നു പോകുന്നതിനെ തുടരാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒറ്റവാക്കിൽ ജനകീയനായ പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പും ജനസേവനം തന്നെയായിരുന്നു. അവിടുന്ന് ഒരുപാട് മനസ്സ് കീറി മുറിഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് തകർന്നിരിക്കുമ്പോ അവിടുത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രചോദനത്തിന്റെ വഴികളിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നും ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തത് മഹ്ദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ സുദീർഘമായ ഒരു ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയപ്പെട്ടവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനം കൊടുക്കും. അന്നേരം മഹ്ദി അവர்கள் പറഞ്ഞ പക്വതയോടെ നുബുവത്തിന്റെ അധിപനെ പോലും ഉപദേശിച്ചും സമാധാനിപ്പിച്ചും ഒരു പെണ്ണ് സ്വാന്തനത്തിന്റെ തീരത്തേക്ക് ചേർത്ത് പിടിച്ചതിന് ആ പെണ്ണിന്റെ വാക്കുകളുടെ പക്വത സ്വഹീഹുൽ ബുഖാരി മഹ്ദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ. അവിടെ മുത്തുനബിയെ സമാധാനിപ്പിക്കുന്നത് അവിടുത്തെ സേവന മനോഭാവത്തെയും സേവനം ചെയ്യുന്ന ഒരാളെ, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരാളെ അള്ളാഹു കൈവിടില്ല എന്ന ഒരു വലിയ പ്രതീക്ഷയുടെ വാക്കുകൾ ഖദീജ റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന വളരെ മനോഹരമായ വാചകങ്ങൾ സ്വഹീഹുൽ ബുഖാരി ഖിയാമത്ത് നാൾ വരെ ഹദീസായി നിൽക്കാണ്. ഖദീജ ബീവി പറഞ്ഞു, കല്ലാ വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദാ. എന്തിനാണ് നബിയെ അങ്ങ് സങ്കടപ്പെടുന്നത്? അല്ലാഹു പാതി വഴിയിൽ അങ്ങയെ ഉപേക്ഷിക്കില്ല നബിയേ.
അള്ളാഹു പാതി വഴിയിൽ അങ്ങയെ ഉപേക്ഷിക്കില്ല. അങ്ങ് ഇവിടെ ചെയ്തതെന്താ? സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക ലതസിലുർ റഹിമ. അറ്റുപോയ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെച്ചു, അവരെ ഇണക്കി ചേർത്തു, വിളക്കി ചേർത്തു, അവരെ സമന്വയിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, സംയോജിപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമാണോ? കുടുംബ ബന്ധം മുറിഞ്ഞു പോയി, പരസ്പരം കീറി മുറിഞ്ഞ് നടന്നിരുന്ന, അങ്ങുമിങ്ങും പരസ്പരം കടിച്ച് കീറി നിന്നിരുന്ന വ്യക്തിത്വങ്ങളെ ചേർത്ത് പിടിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ സേവനമല്ല നബിയെ. എന്തിനാണ് നിരാശപ്പെടുന്നത്? ഒരിക്കലും അങ്ങ് നിരാശപ്പെടേണ്ടതില്ല. വതഹ്മിലുൽ കല്ല, പ്രതിബന്ധങ്ങളെ ചുമലിലേറ്റിയവരെ, വതക്സിബുൽ മഖ്ദൂം, തകർന്ന് തരിപ്പിണമായതിനെ പുനഃസംവിധാനത്തിലൂടെ കൊണ്ടുവന്നവരെ, വതഖിറുൽ ലൈഫ്, അതിഥിയെ സൽക്കരിച്ചവരെ, വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഹഖിന്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നവന്റെ കൂടെ നിന്നവരെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു അങ്ങയെ കൈയൊഴിയുകയില്ല. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു സേവകൻ, ഒരു ജനനായകൻ, ആ ചിത്രം ആധുനികന്റെ ഈ കാണുന്ന പ്രകടന പരതയിൽ സ്വാർത്ഥംബരികൾ അതിന് ജീവിതം കൊണ്ടൊരു നിർവചനം കൊടുത്തോടുത്ത് പലതും തിരുത്തണമെന്ന് പഠിപ്പിക്കാം. ഇസ്ലാമിന്റെ ചരിത്രങ്ങളും ചിത്രങ്ങളും. സേവനങ്ങൾ അങ്ങനെയായിരുന്നു, സേവനങ്ങൾ അങ്ങനെയായിരുന്നു. അമ്പിയാക്കളുടെ പാരമ്പര്യമാ സേവനം, അതിന് അധികാരം വേണ്ടെന്ന് ഖുർആൻ. മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൊട്ടിൽ പ്രായത്തിലെ കിളിനാദം പോലും അല്ലാഹുവിന്റെ ഖുർആനിൽ പരിശുദ്ധമായ ആയത്തുകളായി, വഹയിന്റെ അമരധ്വനികളായി. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തിന് അല്ലാഹു വഹയിന്റെ പ്രാധാന്യം കൊടുത്തുവെങ്കിൽ ഈസാ നബി പറഞ്ഞ വാക്കുകൾക്ക് അത്ര വലിയ ഗൗരവമാണ്. മറിയമിന്റെ മകൻ പിതൃത്വത്തെ കുറിച്ച് പറയുന്നു, കിളിനാദം തൊട്ടിലിൽ കിടന്നുകൊണ്ട്. അന്ന് കുഞ്ഞ് പറഞ്ഞിരുന്നു, വജഅലനീ മുബാറക ഐനമാ കുൻത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. സൂറത്ത് മറിയം. എന്റെ റബ്ബ് ഒരു ബറക്കത്തുള്ള മനുഷ്യനാക്കി. അല്ല, ഇതിനെങ്ങനെ അർത്ഥം പറയാം ബറക്കത്തിന്? ഈസാ നബി പറയാ, മഹാനായ ഈസാ നബിയെ അല്ലാഹു ഒരു ബറക്കത്തുള്ള മഹാനാക്കി എന്ന് ഖുർആൻ. മഹാന്മാർക്ക് ബറക്കത്തുണ്ടോന്ന് സംശയിക്കുന്നവർ ഈ ആയത്തൊന്ന് പഠിച്ചാൽ മതി. വജഅലനി മുബാറക, അല്ലാഹു എന്നെ ബറക്കത്തുള്ള മനുഷ്യനാക്കി. ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും ഞാനൊരു ബറക്കത്തുള്ള മനുഷ്യനാ. എവിടെ പോയാലും ബറക്കത്തുള്ള മനുഷ്യൻ. എന്താ ഈ ബറക്കത്ത്? ഒരു ജനസേവകനാ ബറക്കത്ത് ഉണ്ടാവാം. ഒരു ജനസേവകന്റെ കൂടെ ബറക്കത്തുണ്ട്. വജഅലനീ മുബാറക. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ ശകലങ്ങളിൽ തഫ്സീർ കുറിക്കുന്നതായി കാണാം. തഫ്സീറുൽ ബഹറുൽ മദീദിൽ കാണാം, ഐനമ ജഅലനീ മുബാറക നഫഅൽ ലിന്നാസ് മുഅല്ലിമൻ ലിൽ ഖൈർ. ആളുകൾക്ക് ഉപകാരം എന്നെ കൊണ്ട് ആ ഒരു അവസ്ഥയിലാ എനിക്ക് ജീവിക്കാൻ കഴിയും. ജനങ്ങൾക്ക് ഉപകാരം എപ്പോഴും. അങ്ങനെയായിരുന്നു പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ എന്ന PMSA പൂക്കോയ തങ്ങൾ. പാതിരാവില വന്നു കയറിയത്. ഒരൽപ്പം ഉറങ്ങിയാൽ തഹജ്ജുദ് കിട്ടാം. അപ്പോഴുണ്ട് കടപ്പുറത്ത് നിന്നും കുറെ സഹോദരങ്ങൾ വന്നിരിക്കുന്നു തങ്ങളെ കാണാൻ. ദിവസങ്ങളായി കുടുംബങ്ങൾ പട്ടിണിയാ. തങ്ങളെ അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച പാതിരാവിന്റെ നിശബ്ദതയിൽ പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ തങ്ങളെന്ന സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു.
മഹാനവറുകളെ വിളിച്ചുണർത്തിയില്ല. ഒരല്പം നേരം കഴിഞ്ഞ് ഒരു ചെറിയ ഉറക്കത്തിന്റെ മയക്കത്തിൽ ഉറക്കച്ചട പോലും കളഞ്ഞിട്ട് എടുത്ത് നിസ്കരിക്കാൻ തഹജ്ജുദിനേക്ക് വേണ്ടി കടന്നു വരുന്ന PMS പൂക്കോയത്തങ്ങൾ മുറ്റം നിറഞ്ഞു നിൽക്കുന്ന ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവരുടെ ആവശ്യം ചോദിച്ചിട്ട് ഉമ്മുറത്തെ കോലായിൽ ഉത്തരത്തിൽ മടക്കി വച്ചിരിക്കുന്ന പുൽപ്പായ ഉമ്മുറത്തേക്ക് നിരത്തി നിവർത്തിയിട്ടിട്ട് പറഞ്ഞു, മഞ്ഞ് പെയ്തിറങ്ങുന്ന മകരമാസത്തിലും പേമാരി പെയ്തിറങ്ങുന്ന കർക്കിടത്തിലും പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ ഇനി പെരക്കകത്ത് ഉറങ്ങില്ല, ഞാൻ പുറത്ത് തന്നെ. ശിഹാബ് തങ്ങളുടെ ഉപ്പാന്റെ കാര്യമായി പറഞ്ഞത്, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ മരണം വരെ കോലായിൽ കിടക്കാൻ കാണിച്ച ഒരു മനസ്സ്. എന്റെ പ്രിയമുള്ളവരെ, അധികാരം വേണമെന്നില്ല, അധികാരം വേണമെന്നില്ല, അതിന് ഒരുപാട് ആർഭാടങ്ങൾ വേണമെന്നില്ല, സേവനം ആർക്കും ആരോടുമാവാം. അള്ളാഹുവിന്റെ ദീന അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിലെ ക്ഷാമകാലം എന്നപ്പോ ഞാൻ ഏറ്റെടുക്കാന്നാ പറഞ്ഞത് സയ്യിദനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അധികാരം ചോദിച്ചു വാങ്ങിയതല്ല യഥാർത്ഥത്തിൽ, അധികാരമല്ല ചോദിച്ചത്. ഞാൻ അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളിൽ ഒരു സേവകനാവാന്നാ പറഞ്ഞത് സയ്യിദനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ എന്റെ പക്വത കൊണ്ട് എനിക്ക് സാധ്യമാകുമെന്ന പ്രതീക്ഷ, അലക്ഷ്യമായ അവസ്ഥയിലേക്ക് ഒരു നാടിന്റെ സമാധാനം പിച്ചി ചിന്തപ്പെടുന്നിടത്ത് എന്റെ ഇടപെടൽ കൊണ്ട് എനിക്കത് സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് വരാൻ ചെയ്തത്. മഹാനായ യൂസുഫ് നബിയുടെ വാക്കുകൾ ആ കാലഘട്ടത്തിലെ രാജാവിന്റെ മുന്നിൽ പറയാം. قال اجعلني على خزائن الارض اني حفيظ عليم. ഈ രാജ്യത്തിന്റെ ഖജനാവ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ക്ഷേമകാലത്തിന് ശേഷം വരുന്ന ക്ഷാമകാലത്തെ എങ്ങനെ ക്ഷേമകാലത്തിന്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് അതിജീവിക്കാൻ കഴിയണം, ശാസ്ത്രീയമായും കായികമായും സാമ്പത്തികമായും അതിനെ നേരിടാനുള്ള, അതിനെ കൈകാര്യം ചെയ്യാനുള്ള നുബൂവത്തിന്റെ പക്വത അല്ലാഹു എനിക്ക് തന്നെ ഏൽപ്പിക്കുമ്പോ അതിന്റെ ഏറ്റവും വലിയ ദൗത്യ പൂർത്തീകരണത്തിന്റെ സാക്ഷാത്കാരത്തിൽ ഞാൻ അതിനെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചങ്കൂറ്റത്തോടു കൂടെ മുന്നിൽ വന്ന് പറഞ്ഞതാ. സ്വാഭാവികമായും അതിലേക്ക് വന്ന ഒരു നിറച്ചാർത്ത് മാത്രമാണ് അധികാരം. അങ്ങനെയായിരുന്നു മഹാന്മാർ. ജനസേവനത്തിന് അള്ളാഹുവിന്റെ ദീന് കൊടുത്ത മഹത്വം അറിയാൻ ഇലക്ഷൻ വരണ്ട, അതൊന്നും വേണ്ട. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലെ പൂർവികരായ ജനനായകന്മാരെ ഒന്നങ്ങ് ചിന്തിച്ചാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി عن سهل بن سعد الساعدي رضي الله عنه أنه قال رسول الله. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഹദീസ് പറയുന്നുണ്ട്, സയ്യിദുൽ ഖൗമി ഫി സഫർ ഖാദിമുഹും ഫമൻ സബഖഹും ബിഖിദ്മത്തിൻ ലം യസ്ബിഖു ബിഅമലിൻ ഇല്ല ഷഹാദ നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ ശരിയായ സ്വഭാവം യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഖിത്അത്തും മിനൽ അദാബ്, അദാബിന്റെ ഒരു കഷ്ണമാ ഒരു യാത്ര. എല്ലാ സ്വഭാവം പുറത്തു വരുന്ന യാത്രയിലാണ്. യാത്ര അദാബിന്റെ കഷ്ണം. ഖതീബ് തിബ്രിസി ഇവിടുത്തെ മിഷ്കാത്തിൽ പറയുന്നുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി അദാബിന്റെ കഷ്ണം. ആ സന്ദർഭത്തിൽ ഖിദ്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ, അവരാണ് നായകൻ, സേവകൻ, നായകൻ, സേവകൻ, നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അതായിരുന്നു തത്വം. നായകൻ എന്ന് വിളിക്കാൻ സേവകൻ. യാത്രയിൽ നായകൻ എന്ന് പറയുന്ന ആളുമായി നിങ്ങളൊരു യാത്ര പോകൂ, ആ യാത്രയിലെ സർവ്വ ഹിദ്മയും ആ നായകനായിരിക്കും. നായകൻ, സേവകൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നായകൻ, ജനസേവകൻ, ജനങ്ങളെ സേവിക്കാൻ മുന്നോട്ട് വരുന്നു. ജനസേവകനെ തിരിച്ചറിയാൻ അവന്റെ മുഖത്ത് നോക്കിയാൽ മതി. മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചല്ലോ, ആരാണ് ഒരു നായകൻ, ഒരു ജനതയുടെ നായകൻ ആരാ? അതിന്റെ ക്വാളിറ്റി പറയാമെന്ന് ചോദിച്ചു.
മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാന്മാരുടെയൊക്കെ ചരിത്രം പറയുന്ന സിറാജുൽ മുലൂക്ക് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ വന്ന് ചോദിച്ച ചോദ്യകർത്താവിനോട് മഹാൻ പറയുന്നുണ്ട്, അൽ ജവാദു ഇദാ സുഇല, ആർദ്രമായി കൊടുക്കാനുള്ള ഒരു മനസ്സ്. തന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നവനോട് ആർദ്രമായി കൊടുക്കാനുള്ള ഒരു മനസ്സ് ഒരു സേവകന് വേണ്ട ക്വാളിറ്റി. രണ്ടാമത്തേത് അൽ ഹലീമു ഇദാ സ്തുജ്ഹില, നമ്മുടെ മുന്നിൽ വിവരമില്ലാത്തവൻ വന്ന് നമ്മെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാണിക്കൽ കാണിച്ചാൽ, ജനനായകനാണോ അവനതിൽ പ്രകോപിക്കില്ല, ചിരിക്കേ ഉള്ളൂ. ആലോചിച്ച് നോക്കണം. നാം കാണുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ മുന്നിൽ നേതാവ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ആരിലും ഇത് കാണപ്പെടേണ്ടതാ, ആഗ്രഹിക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത് പറഞ്ഞു, മൂന്നാമത്തെ ക്വാളിറ്റി അൽ കരീമുൽ മുജാലസ ലിമൻ ജാലസ, തൊട്ടടുത്ത് ഇരുന്ന് ഒരു സദസ്സ് പങ്കിടുമ്പോ അയാളുടെ മാന്യമായ പെരുമാറ്റത്തെ അനുഭവിക്കാൻ കഴിയും. മൂന്നാമത്തെ ക്വാളിറ്റി അതാ. പിന്നെയോ ഇടപഴക്കത്തിൽ സൽസ്വഭാവിയാണെന്ന് സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഒരു നായകന്റെ ക്വാളിറ്റി ഇതാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഒരു ഹദീസ് പറയുന്നു, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, മഹാനായ അംർ ഇബ്നു മുറാ റളിയല്ലാഹു അൻഹു മുആവിയയുടെ മുന്നിൽ ചെല്ലുന്നുണ്ട് റളിയല്ലാഹു അൻഹുമാ. എന്നിട്ട് പറയുന്നുണ്ട്, മഹാനായ മുആവിയക്ക് അധികാരമുണ്ട്, മുആവിയ നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാണ് ഞാൻ. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മാ മിൻ ഇമാമിൻ യുഗ്ലഖു ബാബഹു ദൂന ദിൽ ഹാജത്തി വൽ ഖല്ലത്തി വൽ മസ്കന. ഒരു നേതാവിന്റെ വാതിൽക്കൽ ആവശ്യക്കാരൻ വന്നു. അപ്പൊ നേതാവിന് വലിയ ക്ഷീണ, വാതിലൊന്ന് ചാരി, ആവശ്യക്കാരൻ എന്റെ ക്ഷീണം കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്നുള്ള ടൈം വെച്ചു. പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അതൊരു നേതാവിന്റെ ക്വാളിറ്റി അല്ല. മുആവിയയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാനായ അംർ ഇബ്നു മുറാ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചെല്ല, നിനക്കറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ മറന്നാൽ, അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞേക്കാം, നേതാവ് ക്ഷീണം കൊണ്ട് വാതിൽ ചാടാൻ പാടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നേതാവ് വാതിൽ ചാടിയാൽ ഇനി എന്ത് സംഭവിക്കും? അല്ലാഹു ഈ നേതാവിനോടുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും കവാടം അടച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ മാത്രമല്ല, ഒരു സേവന മനോഭാവത്തിൽ ചിത്തഭ്രമമുള്ള ഒരു പെണ്ണ് എന്തോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇരുന്ന വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവളുടെ മുന്നിൽ ചെന്ന് മുഹമ്മദ് റസൂൽ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളുമായി ഒരു യാത്രയിലാണ്. ആ സമയത്ത് റസൂലുള്ളാഹി വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിഞ്ഞപ്പോ പ്രായമുള്ള അല്പം ഭ്രാന്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് കാണാൻ തീരുമാനിച്ചു. മഹാന്മാര് പറയുന്നുണ്ട്, കാന ഫീ അഖ്ലിഹാ ഷൈ, ഭ്രാന്തൊരൽപ്പമുണ്ട്, മാനസിക പ്രശ്നമുള്ള ഒരു പെണ്ണ്, എന്തോ ഒരു കാര്യമില്ലാത്ത കാര്യം പറയണം, പക്ഷെ അതിന് പോലും കേട്ടു നിൽക്കാൻ കാത് ചിരിച്ചു വെച്ചു കൊടുത്ത പാരമ്പര്യമാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴുണ്ട് ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ അവർക്കെന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞത്, അവരെ വിളിക്കട്ടെ? റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട. യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജാ, നബിയേ എനിക്ക് അങ്ങയോട് ഒരു ആവശ്യം പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ നബിയേ? യാ ഉമ്മ ഫുലാൻ ജ്ലിസി ഫീ അയ്യി നവാഹിസിക കിശിതി, ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഭാഗത്ത് കയറിയിരുന്നോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുന്നിലേക്ക് ചെന്നു. അവർ പറയുന്നത് കേൾക്കാൻ ഇരുന്നു കൊടുത്തു. സയ്യിദുനാ റസൂലുള്ളാഹി, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇത് നമ്മളിങ്ങനെ ആലോചിക്കും, പാലം കടക്കണവരെ ഒരു പക്ഷെ അതുണ്ടാവും, പാലം കടന്നാൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ജനനായകന്മാരുടെ ചിത്രം എന്തെന്ന് പഠിപ്പിക്കാൻ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ, ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇന്ന് ആളുകൾ പല ജീവിത ശൈലികൾ കൊണ്ട് നിർവചിക്കുമ്പോൾ അതല്ല അതിന്റെ നിർവചനം.
അതല്ല അതിന്റെ നിർവചനം. അബൂ നുഈമിന്റെ ഹില്യയിൽ കാണാം ഒരു സംഭവം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുളുമുറ്റിയ മദീനയുടെ താഴ്വാരങ്ങളിലൂടെ ജനവാസം കുറഞ്ഞ മേഖലകളിലെ ഒറ്റപ്പെട്ട വീടുകൾ തെരഞ്ഞു നടക്കുമായിരുന്നു. എന്നിട്ടോ പാതിരാവിൽ ഖലീഫയുടെ ശിരസിന്റെ കുറുകെ ഒരു തട്ടൻ പോലെ എന്തോ ഒന്ന് ഇട്ടുവെച്ചിട്ട് മുഖം മറച്ച് മഹാനവറുകൾ ഈ പാതിരാവിൽ എവിടേക്ക് പോകുന്നു എന്നറിയാൻ പിന്നാലെ കൂടി മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് രാത്രി എവിടേക്കാ പോവാ? പിന്നാലെ കൂടി നോക്കി. ഫദഹബ ഉമർ ഫദഖല ബൈതൻ സുമ്മ ദഖല ആഖറ. ഓരോരോ ഒറ്റപ്പെട്ട വീടുകളിലേക്ക് പാതിരാവിൽ ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു ചെല്ലുന്നു. ഫലമ്മാ അസ്ബഹ സുബ്ഹിക്ക് തന്നെ ദഹബ ഇലാ ദാലികൽ ബൈത്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഇന്നലെ രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് ഒളിച്ചു ചെന്ന കുടുംബങ്ങളിലേക്ക് നിജസ്ഥിതി അറിയാൻ വേണ്ടി പതുക്കെ പതുക്കെ ചെന്നു. ആദ്യത്തെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഫൈദം ബിഅജൂസിൻ ഉമ്യാ, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു ഉമ്മയെ കണ്ടു. അത്ഭുതപ്പെട്ടു പോയി. എത്ര വൃത്തിയിലാ അവരുടെ കിടപ്പറ, എത്ര മനോഹരമായ ചുറ്റുപാടുകൾ, എത്ര സുഗന്ധപൂരിതമായ വീടിന്റെ അകത്തളങ്ങൾ. മഹാനായ ത്വൽഹ ചോദിച്ചു, മാ ബാലു ഹാദർ റജുലി യഅതീക്. ഉമ്മ സത്യം പറയണം, ഇന്നലെ പാതിരാവിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന എനിക്ക് തിരിച്ചറിയാൻ പ്രയാസമുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇവിടെ വന്നത് എന്തിനാണ്? നിങ്ങൾക്കാളെ പിടികിട്ടിയോ? ആളാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു ധാരണയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണമല്ലേ? മദീനയിലെ കുടുംബങ്ങളിൽ ഇരുട്ടുകൾ ഉണ്ടാവില്ല, മദീനയുടെ കുടുംബങ്ങളിൽ വിതുമ്പലുകൾ ഉണ്ടാവില്ല, മദീനയുടെ കുടുംബങ്ങളിൽ ഉറക്കമൊഴിയുന്ന രോഗികൾ ഉണ്ടാവില്ല. ഉമറിന്റെ ഭരണമല്ലേ? എന്നെ പരിചരിക്കാൻ കുറച്ച് നാളുകളായി ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അന്നഹു യതഅഖദുനി മുൻദു കദാ വകദാ യഅതീനി ബിമാ യുസ്ലിഹുനി. എന്നെ പരിചരിക്കാൻ ഇവിടെ കുറച്ച് നാളുകളായി ഒരാൾ വരുന്നുണ്ട്. ഉമറിന്റെ ഭരണമായതുകൊണ്ടായിരിക്കാം. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അമ്പരന്ന് പോവാ. ഖലീഫയെ കുറിച്ച് എന്തോ ഒന്ന് ചിലത് മനസ്സിലേക്ക് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടല്ലോ. ആ ഉമ്മ പറയാൻ തുടങ്ങി. ആ ഉമ്മയുടെ വാഗ്വിലാസത്തിൽ ആ വൃദ്ധ പറയാൻ തുടങ്ങി. തന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തന്റെ പരിചാരകനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വിസർജിച്ചു കൂട്ടിവെച്ചതിനെ മുഴുവനും ഈ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് ഈ കുടുംബം വൃത്തിയാക്കുന്ന തന്റെ പ്രിയപ്പെട്ട പരിചാരകനെ കുറിച്ച് ഉമ്മ പറയുമ്പോ ത്വൽഹ പറഞ്ഞു, സകലത്ക ഉമ്മുക യാ ത്വൽഹ അഅ്തറാത്തി ഉമറ തത്തബിഉ. ഉമറിനെ നിരൂപിക്കാൻ നീ തീരുമാനിച്ചോ ത്വൽഹ? നിങ്ങൾക്കറിയുമോ ആരാണ് വന്നു പോയതെന്നറിയുമോ? അറിയണോ? അതാരാണെന്നറിയണോ? കിസ്റാപ്പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനും. മാഫിസ്സമാഇ മലക്കുൻ ഇല്ലാ വഹുവ യുവഖിറു ഉമർ. ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്ക് പോലും അല്ലാഹുവിന്റെ വാനലോകത്തിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജനനായകൻ ആരെന്ന് പറയാൻ ഇലക്ഷൻ വേണ്ട. മദീനയുടെ തെരുവിലെ കൂരിരുട്ടിന്റെ കഥ പറയുന്നുണ്ട്. ആരാണ് ജനനായകൻ? നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതീക്ഷയിലാ. ഇന്ത്യയായി നിലനിൽക്കാൻ ആര് വരണമെന്നത് അല്ലാഹുവിന്റെ കയ്യിലുള്ള കാര്യമാ.
പ്രാർത്ഥന കൊണ്ട് റബ്ബിന്റെ ഖളാഇനെ തിരുത്താൻ കഴിയുമെങ്കിൽ മുഅ്മിനീങ്ങളെ ഒരു വലിയ സൗന്ദര്യം നിലനിൽക്കുന്ന വൈജാത്യങ്ങളുടെ കലവറ ഇതുപോലെ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടമായി ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കാൻ മുഅ്മിനിന്റെ പ്രാർത്ഥന നിർബന്ധമാ. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നമ്മുടെ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം സൗന്ദര്യം നിലനിർത്തി തരട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ തമ്പുരാനേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു, ഹലാലായ മുറാദുകൾ ഹസ്സലാകാൻ പറഞ്ഞു. അല്ലാഹുവേ ജീവിത മാർഗങ്ങൾ നന്നാവാൻ, പുതിയ വാഹനം, അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്ന സഹോദരൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദുആ വസിയത്തുകളും നിന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ, അവരുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാഹ്. അവരുടെ ആവശ്യങ്ങളിൽ ബറക്കത്ത് അധികരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ പല്ല് പറിച്ചതിനെ തുടർന്നുള്ള ഇൻഫെക്ഷൻ കാരണം മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലിൽ നിന്നും ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് ഒരു മകനെ ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയിരിക്കാം. മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന സദസ്സല്ലേ അല്ലാഹ്. ആ പൊന്നുമോനെ നീ ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മരിച്ചുപോയവർ ഈ പള്ളിയോട് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സയ്യിദ് ജഅഫർ കോയ തങ്ങളുടെ ദറജ ഏറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ സയ്യിദന്മാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറാ. റഹ്മാനേ ഞങ്ങളുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കണേ അല്ലാഹ്. രാജ്യത്തിന്റെ ഗതി നിർണയിക്കുന്ന നല്ലൊരു ഭരണസാരിഥ്യം ഞങ്ങളുടെ രാജ്യത്തിന് അലങ്കാരമായി നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് അത്ഭുതങ്ങൾ സംഭവിക്കണം അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ മതസ്വാതന്ത്ര്യം നിലനിൽക്കാൻ എല്ലാ മതവിശ്വാസികൾക്കും സന്തോഷം കിട്ടാൻ റബ്ബേ ഞങ്ങളുടെ രാജ്യത്ത് ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.